എന്താ ചേച്ചാ? ബാ. ബാലകൃഷ്ണൻ നായർ രൂപ തരുമോ? ഇല്ല, രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത്? നായന്മാര് നന്നാകാത്തത് ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കേട്ടിരിക്കുക എന്നല്ലാതെ എന്ത് പറയാൻ. അന്ന് പോയില്ലേ. ഞാൻ പഠിപ്പിച്ച ഒരു രാമേന്ദ്രനുണ്ട്. ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ. അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ? കിട്ടുന്നത് തോന്നുന്നുണ്ടോ അച്ഛനെ? ഒരിക്കൽ പെൻഷൻ വാങ്ങാൻ പോയപ്പോ കണ്ടതാ. തൊഴുത് വർത്തമാനമൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യും. ഛേദമില്ലാത്ത കാര്യമല്ലേ. പണത്തിന്റെ കാര്യം വരുമ്പോഴാ. ശരിയാ. പിന്നെ ഇനി ആരാ ഉള്ളത്? ആരാ ഇത്ര പണം തരിക? ഞങ്ങള് മക്കള് കൊള്ളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛനെ ഈ പ്രായത്തിൽ പണത്തിന് വേണ്ടി നാട് നീളെ തെണ്ടേണ്ടി വരുന്നത് അല്ലേ? മോനെ, ഞങ്ങളെ ശപിക്കില്ലെന്നറിയാം. എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം. ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ടു പഠിക്കച്ചെന്ന് കൈനീട്ടണ്ട. ഞാനൊരു ശ്രമം നടത്തട്ടെ. പകലുറക്കം പതിവുണ്ടോ സുലുവിന്? ഒരു തലവേദന, ബാമ്പുരട്ടെ, ഒന്ന് മയങ്ങിപ്പോയി. സൈതോട്ടം വന്നിട്ട് കുറെ നേരമായോ? തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് വരാം. ഓ വേണ്ട. സുലു, എനിക്ക് അതിപ്പോ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഒരു പ്രധാന കാര്യം. ഞാനത് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ടാ. അതുകൊണ്ടാ. തെളിച്ചു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ സൈതോട്ടാ. അതെ, അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. സോറി, സുലുവിൻ്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു. അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് വാങ്ങിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ. സേതുട്ടാ, ഓ ഇങ്ങോട്ട് നോക്കിയേ. കൊച്ചുനാൾ മുതൽ സേതുവേട്ടൻ്റെ ഒപ്പം കളിച്ചു വളർന്ന സുലോചന ഏത്? ഇക്കാലം വരെ ഇതെന്റേത്, ഇത് സേതുവേട്ടൻ്റെതെന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നിലും. പക്ഷെ സേതുവേട്ടൻ എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവേട്ടൻ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു. സേതുവേട്ടന് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ. ആശ എന്റെ സ്വന്തം അനിയത്തി തന്നെയാ, അറിയോ? പീതാംബരൻ ചേട്ടനെ ഓർമ്മയുണ്ടോ മോനെ? ചേട്ടനിപ്പോ എന്താ ഈ വഴിക്ക് ഇവിടെ ഈ സമയത്ത്? പകല് നീ മുങ്ങിയിട്ട് രാത്രിയിലെ നീ പൊങ്ങൂന്ന് ഞാൻ അറിഞ്ഞു. പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി. ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു. മര്യാദയ്ക്ക് എന്റെ കാശാ. അയ്യോ ചേട്ടാ, കയ്യിലില്ലാഞ്ഞിട്ടല്ലേ? കയ്യിലില്ല, പോക്കറ്റിലുണ്ട്.
സ്വർണ്ണക്കടയിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട്. ഞാനോ? അല്ല, നിന്റെ അച്ഛൻ. അത് ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ, അത്യാവശ്യം എനിക്കുണ്ട്. പാപ്പി മര്യാദയ്ക്ക് തരില്ല, പിടിച്ചു വാങ്ങിക്കണം. ഞാൻ എന്താ ആശ ആശയ്ക്ക് എന്ത് പറ്റി? പറ്റിയത് അവൾക്കല്ല, നമുക്കാ. കുഞ്ഞു പെങ്ങള് പൊന്നാങ്ങളുടെ പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആശ? അതേടാ, മോന്തായം വളഞ്ഞാൽ 64 വളഞ്ഞൊന്ന. നീയല്ലേ അവൾക്ക് മാതൃക കാട്ടി കൊടുത്തത്? ഓരോന്ന് ചെയ്യുമ്പോഴോർക്കണം, ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇല്ല. നീയാണ് അതിന്റെ കാരണം. നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു. ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു. കല്യാണ പ്രായമെത്തിയ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ശരിയല്ലെന്ന്. അപ്പൊ നീ പറഞ്ഞു ഞങ്ങളെക്കാൾ ഭേദം അവനാണെന്ന്. ഇപ്പൊ എന്തായിടാ, ഒരു ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ. എടാ, സോഷ്യലിസം എന്നും പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം കിടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും ഗതി ഇതാ. തേണുകേ, അവൾ എഴുതി വെച്ച കത്തെടുത്ത് അളിയന് കൊടുക്ക, വായിച്ച് രസിക്കട്ടെ. നല്ല ഫാമിലി. അച്ഛാ, എല്ലാരും പറയുന്നത് നേരല്ലേ? ഞാൻ കാരണോ? അല്ല, ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും. എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. മോനിങ്ങി വാ. അച്ഛൻ്റെ അടുത്തിരിക്കെ. എടാ, നീ വിഷമിക്കരുത്. എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഇവന്റെ ചേട്ടൻ ഒരു നാറിയും, പക്ഷേ ഇവൻ പാവം. ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. പുണ്യം കിട്ടാനൊന്നല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്നേ. നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ് എത്രയാ? അത് നമ്മളെങ്ങനെ മുതലാക്കും? ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരാന്നൊക്കെ പറഞ്ഞൊരു വിരട്ടിയതാ. ഇവനാള് സ്വപ്പ കള്ളനാ. പണമില്ല, നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അഭിനയിച്ചു. ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടത് തോന്നും. ഇപ്പൊ കാശ് എവിടുന്ന് വന്നു? ഇതിനിടയ്ക്ക് താഴെ അവിടെ പോയിരുന്നു. ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനുമൊക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പ് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. തമിഴ്നാട്ടിൽ തകരമടിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്രയോ വീടുകളുടെ ടെറസിൽ പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്: തൊഴിലാളികൾ, അസംസ്കൃത വസ്തുക്കൾ, പണം മുടക്കാൻ ആൾക്കാർ. എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ട്? നിങ്ങൾ കാരണം, നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം. ദ്രോഹികൾ, റാസ്കൽസ്. 100 പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ 25,000 50,000 ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു, അല്ലേ? 5 രൂപയില്ല എന്റെ കയ്യിൽ. മനസ്സിലായോ? ഒപ്പിടാ, ഒപ്പിടാൻ. ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ?